വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. കാനോണിന് വരാൻ പോകുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് R1 എന്ന് പറഞ്ഞൊരു ക്യാമറ. അപ്പോൾ കാനോണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരാനിരിക്കുന്ന R5 Mark II ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിനോടൊപ്പം അനൗൺസ് ചെയ്ത ഫ്ലാഗ്ഷിപ്പ് സീരീസിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് R1 എന്ന് പറഞ്ഞാൽ. എല്ലാ ക്യാമറകളും എയുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ എയുടെ ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങിയ ഈ സമയത്ത് R1ൽ നിന്നും അത്യാവശ്യം എയുടെ മാജിക് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂവിലാണ് കൂടുതൽ അറിയാൻ പറ്റുക. എങ്കിലും ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ടുള്ളൊരു പഠനമാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. കാനോണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ ആദ്യം ഉണ്ടായിരുന്ന ക്യാമറകൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ 1DX സീരീസ് ക്യാമറകളായിരുന്നു. DSLR യുഗം അടക്കി വാണിരുന്നൊരു ക്യാമറയായിരുന്നു 1DX സീരീസ് ക്യാമറകൾ. 1DX 1 മുതൽ 1DX 2, 1DX 3 വരെ തികച്ചും പ്രീമിയം സെഗ്മെൻറ്റിൽ, അത് വൈൽഡ് ലൈഫിലായിക്കോട്ടെ, വെഡ്ഡിങ്ങിലായിക്കോട്ടെ, സ്പീഡ് ഇഷ്ടപ്പെടുന്നവർക്കായിക്കോട്ടെ, സ്പോർട്സ് ഫോട്ടോഗ്രാഫിയിലായിക്കോട്ടെ, ഇവിടെയെല്ലാം അതിൻ്റെ ഒരു സിഗ്നേച്ചർ വെച്ചിരുന്ന ഒരു ക്യാമറയാണ് 1DX സീരീസ്. 1DX സീരീസ് ക്യാമറകൾ കൈ വെക്കുന്ന ഒരു അഭിമാനമായിട്ട് തന്നെ കണ്ടിരുന്ന ഒരു കാലത്തു നിന്നാണ് DSLR യുഗം മാറിയപ്പോൾ കാനണും അവരുടെ 1DX സീരീസിനെ, പ്രീമിയം സീരീസിനെ R3 എന്നൊരു മോഡലിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ചില ഫീച്ചേഴ്സ്, DSLRലെ ചില ഫീച്ചേഴ്സ് R3 കൊണ്ടുവരാൻ കാനോണിന് ആ സമയത്ത് കൊണ്ടുവന്നിരുന്നില്ല. അതുൾപ്പെടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ക്രോസ് AF സിസ്റ്റം, പഴയ DSLRൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം R സീരീസിൽ ആദ്യമായിട്ട് കാനോൺ കൊണ്ടുവരുന്നത് R1ലാണ്. പ്രത്യേകിച്ച് സ്പോർട്സ് ഫോട്ടോഗ്രാഫി എക്സ്ട്രീമായിട്ട് പറയുകയാണെങ്കിൽ തീർത്തും 1DX സീരീസ് അല്ലെങ്കിൽ R1 സീരീസ്, R1, R3 ഈ ഒരു സെഗ്മെൻറ്റ് സീരീസ് സ്പോർട്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റായ മൊമെൻറ്റ്സ് ബ്ലാക്ക് ഔട്ട് ഇല്ലാതെ ഒപ്പിയെടുക്കാനുള്ളൊരു സീരീസിലെ ക്യാമറയാണ് ഈ സീരീസ് എല്ലാം തന്നെ. പക്ഷേ ഇവിടെ സ്പീഡ് വീണ്ടും 10 മടങ്ങ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പീഡിലെ പ്രത്യേകത. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലും പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാം അപ്പടി മാറ്റം വരുത്തിയിട്ടാണ് R1 പുതുതായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വൈറ്റ് ബാലൻസിങ്ങിൻ്റെ കാര്യത്തിലും നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറകളേക്കാൾ ഒരുപാട് മാറ്റം ഈ ഒരു R1 സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സെൻസർ പറയുകയാണെങ്കിൽ ബാക്ക് ഇലൂമിനേറ്റഡ് സെൻസർ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ ഫ്രണ്ട് ഇലൂമിനേറ്റഡ് സെൻസർ ഉണ്ടായിരുന്നു, അതിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ബാക്ക് ഇലൂമിനേറ്റഡ് 24.2 മെഗാ പിക്സൽ സെൻസറാണ് ഉപയോഗിച്ചത്. സ്റ്റാക്ഡ് സെൻസറാണ്. സ്റ്റാക്ഡ് സെൻസറിനെ കുറിച്ചും പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 സെൻസേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റാക്ഡ് സെൻസേഴ്സ്. 2 ലെയറായിട്ട് സെൻസർ ഉപയോഗിക്കും. നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് ലൈറ്റിനെ സെൻസറാണ് പ്രോസസ്സറിലേക്ക് കൈമാറ്റം കൊടുക്കുന്നത്. അതായത് ലൈറ്റ് ഫോമിനെ ഡാറ്റ ഫോമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ക്യാമറയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ലെൻസ് കൃത്യമായ ലൈറ്റ് നമ്മൾ കൊടുക്കുന്നു. വില കൂടിയ ലെൻസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ള ലെൻസ് സെൻസറിൽ കിട്ടുന്നു. സെൻസർ അതിനെ ഡാറ്റ ഫോമിലോട്ട് മാറ്റാനായിട്ട് പ്രോസസ്സറിലോട്ട് ഇലക്ട്രോണിക് ആയിട്ട് കൊടുക്കുന്നു. അവിടെ ഡാറ്റയായിട്ട് നേരെ മെമ്മറി കാർഡിലോട്ട് കൊടുക്കുന്നു. ഇതാണ് ക്യാമറയുടെ എല്ലാ ക്യാമറകളിലും നടക്കുന്ന ഒരു ബേസിക് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിനെ അത് വളരെ പ്രൊഫഷണലായിട്ട് വളരെ ഹൈ സ്റ്റാൻഡേർഡിൽ അവിടെ നടക്കുന്നു. അപ്പോൾ ഏറ്റവും പുതിയ സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സറും 2 പ്രോസസ്സർ ഉപയോഗിച്ചേക്കുന്ന ഫീല് കിട്ടുന്ന രീതിയിൽ പ്രോസസ്സർ ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡിജിക് എക്സ് പ്രോസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പുതിയ ടെക്നോളജി കാനോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിജിക് എക്സ് ആക്സിലറേറ്ററും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫോക്കസിംഗ് സ്പീഡ് കൂടാനും ക്യാമറയുടെ വർക്കിംഗ് സ്പീഡ് കൂടാനായിട്ട് ഈ ഒരു ആക്സിലറേറ്റർ നമ്മളെ സഹായിക്കും. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ഒരാളെ മാത്രമായിട്ട് വീഡിയോ എടുക്കും. അത് വെഡ്ഡിങ്ങിൽ മാത്രമല്ല, പല അവസരത്തിലും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വൈൽഡ് ലൈഫിലൊക്കെ എടുത്ത് പറയാം, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വളരെ റെയർ ആയിട്ടുള്ള ഫ്രെയിം അതിനകത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ആ സമയത്ത് ഒരിക്കലും നമുക്കത് കട്ട് ചെയ്ത് പിന്നെ ഒരു ഫോട്ടോ മോഡിലോട്ട് പോയാൽ അത് മിസ്സായത് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ അതോടൊപ്പം തന്നെ ഒട്ടും ക്വാളിറ്റി കുറയാതെ ഏകദേശം 33 മെഗാ പിക്സലിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ വൈൽഡ് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നവർ പലപ്പോഴും ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യാറ്. കാരണം വൈൽഡ് ലൈഫിനെ കുറിച്ച് അറിയാത്ത ഒരാളിനെ കൂടെ കൂട്ടിയാൽ കിട്ടാൻ സാധ്യതയുള്ള ഫ്രെയിമും കൂടെ അവിടെ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാവും. ആ ഒരു രീതിയിൽ സ്പോർട്സിൽ പ്രത്യേക ഇവൻറ്റ്സ് നമുക്ക് കിട്ടുന്ന പ്രത്യേക മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കാർ റേസ് പോലുള്ള സ്ഥലത്തൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ കൂടി ഈ ക്യാമറ നമ്മളെ സഹായിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല. പല ക്യാമറകളിലും ഈ ഫീച്ചർ, മൊബൈലിൽ ഉൾപ്പെടെ ഈ ഫീച്ചർ ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോയുടെ ഒരു ഫ്രെയിമാണ് ഫോട്ടോ ആയിട്ട് എടുത്തു തരിക. ഇതങ്ങനെയല്ല.
ഫോട്ടോ തന്നെയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മൾട്ടിപ്പിൾ ഫോട്ടോസ് കമ്പൈൻ ചെയ്ത് നമുക്ക് വലിയ ഫോർമാറ്റിലുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഹോൾഡിങ്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കുമ്പോൾ 96 മെഗാ പിക്സൽ സൈസ് വരെയുള്ള ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷനും ഈ ക്യാമറയിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ പറയുകയാണെങ്കിലും IBIS ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ R സീരീസ് ലെൻസസ് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് പ്രീമിയം 35 പോലുള്ള ഇനി 4-5 ലെൻസുകൾ ഈ വർഷം കാനോണിൻ്റെ R സീരീസിൽ അഡ്വാൻസ് ടെക്നോളജിയോട് കൂടി വരുന്നുണ്ട്. പക്ഷേ പുതിയ R സീരീസ് ഹൈ എൻഡ് ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ ബോഡിയും ലെൻസും തമ്മിൽ സിങ്ക്രണൈസ് ചെയ്തിട്ട് എൻ്റെ IBIS കുറേ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയും ഈ ക്യാമറയിൽ കാണുന്നുണ്ട്. 8.5 സ്റ്റോപ്പ് വരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് അത്യാവശ്യം ചെറിയ ഷേക്കൊക്കെ വന്നാൽ യാതൊരു ഷേക്കും ഇല്ലാതെ ഫൂട്ടേജ് എടുത്തു തരാനുള്ള കപ്പാസിറ്റി എന്തായാലും 6 എന്ന് പറഞ്ഞൊരു ക്യാമറയ്ക്ക് ഉണ്ടാവും. പിന്നെ ഡൈനാമിക് റേഞ്ച് പറയുമ്പോഴും ON-DX തൊട്ട് നമുക്കറിയാം ഈ ഒരു സീരീസിൽ ഫ്ലാഗ്ഷിപ്പ് സീരീസിൻ്റെ ഡൈനാമിക് റേഞ്ച് എപ്പോഴും ഒരു പടി മുകളിലാണ്. 60 സ്റ്റോപ്പ് വരെയുള്ള ഡൈനാമിക് റേഞ്ചാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സിനി സീരീസിൽ നമ്മൾ ലോഗിൽ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് C-Log 2 മാത്രമല്ല, C-Logൻ്റെ വേർഷൻ 3യും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പം സിനിമ സ്റ്റൈൽ എന്ന് പറയുന്നത് വെഡ്ഡിങ്ങിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അവരവരുടെ സിഗ്നേച്ചറിൽ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൂടുതലും റോയിൽ അല്ലെങ്കിൽ ലോഗിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മോണിറ്റേഴ്സ് TV ഒക്കെ 4K റേഞ്ചിലോട്ട് ഓൾറെഡി ആയിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് TVയുടെ കാര്യം പറയുകയാണെങ്കിൽ 4K TVകൾ എല്ലാ വീട്ടിലും ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന മോണിറ്റേഴ്സും ഒക്കെ 4K ആയ സ്ഥിതിക്ക് നമുക്കൊരു നല്ല ക്വാളിറ്റിയുള്ള ഔട്ട് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ലോഗിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ C-Log 2ഉം C-Log 3യും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഗ്രേഡ് ചെയ്തിട്ട് ഔട്ടൊക്കെ ഇറക്കാൻ നേരത്ത് നിങ്ങൾക്ക് നല്ല ഫൂട്ടേജ് വേണമെങ്കിൽ ഈ ഒരു ക്യാമറയിൽ ഈ ഒരു ഓപ്ഷൻ കൂടി ഉപയോഗിക്കാം. നല്ലൊരു ഡൈനാമിക് റേഞ്ചുള്ള ക്യാമറയാണ്. അപ്പോൾ നല്ല ഡെപ്ത് ഓഫ് ഫീൽഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനും കൂടെ പറ്റും. 6Kയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും റോയിലാണെങ്കിൽ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4Kയിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫുൾ HD-യിലാണെങ്കിൽ 240 ഫ്രെയിം പെർ സെക്കൻഡ് വരെ അത് ആഡിയോ സപ്പോർട്ടീവായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്യാമറയുടെ കാർഡ് പറയുകയാണെങ്കിൽ സാധാരണ SD കാർഡ് അല്ല നമ്മുടെ പ്രീമിയം സീരീസിൽ നേരത്തെ തൊട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ CF എക്സ്പ്രസ് കാർഡാണ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കാർഡായിരിക്കും എന്തായാലും CF എക്സ്പ്രസ് കാർഡുകൾ എന്ന് പറയുന്നത്. ക്യാമറയിൽ നിന്ന് വരുന്ന ഇത്രയും ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ നല്ല സ്പീഡുള്ള കാർഡുകൾ തന്നെയാണ് ഇതിന് ആവശ്യം. അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ ഹാങ് ആവാനും അത് ബഫറിൽ നിന്നിട്ട് അതിൻ്റെ വർക്കിനെ തടസ്സപ്പെടുത്താനും സാധ്യത ഉള്ളതുകൊണ്ട് ക്വാളിറ്റിയുള്ള ഒരു CF എക്സ്പ്രസ് കാർഡ് തന്നെ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. മോസ്റ്റ് പ്രോബബിളി കമ്പനി ഒരു കാർഡ് ഉൾപ്പെടെ ആയിരിക്കും. നേരത്തെയുള്ള ക്യാമറകളിൽ അങ്ങനെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോംബോ പാക്ക് നമുക്ക് കാനോണിൽ നിന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് മെയിൻ പ്ലെയർ എന്ന് ക്യാമറ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് ആ മെയിൻ പ്ലെയറിനെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്താൽ ആ ഇടയ്ക്ക് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ആൾക്കാർ പാസ് ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്താലും ബ്രൈഡ് ഗ്രൂമൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഡാൻസാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു എന്താ പറയുക വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു ഫംഗ്ഷനിൽ നമ്മൾ മെയിൻ പ്ലെയറിനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ ആ മെയിൻ പ്ലെയറിനെ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത് കൂടാണ്ട് 10 പേരെ വരെ നമുക്ക് പീപ്പിൾ പ്രയോറിറ്റി മോഡിൽ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ വെഡ്ഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രൈഡ് ഗ്രൂം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന റിലേറ്റീവ്സിനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്താൽ ഗസ്റ്റുകളൊക്കെ വന്നു പോയിരുന്നാലും ക്യാമറ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത 10 പേരെ തന്നെ ആയിരിക്കും. 10 അതിൽ കുറവോ 10 പേര് വരെയാണ് നമുക്ക് ഇതിനകത്ത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കൺട്രോൾഡ് AF സിസ്റ്റം നേരത്തെ R3 ഉണ്ടായിരുന്നത് തന്നെയാണ്. അതിനെ ഒന്നുകൂടി അഡ്വാൻസ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറയ്ക്ക് കൃത്യമായിട്ട് ഏത് ഫീച്ചർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം നമുക്ക് എന്താണ് വേണ്ടതെന്ന് ക്യാമറയെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മുടെ കണ്ണ് അതിനകത്ത് ആദ്യം കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഫോക്കസ് എവിടെ വേണമെന്ന് ക്യാമറയ്ക്ക് ഡിസൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. R3 ഉണ്ടായിരുന്ന ഓപ്ഷനാണ്. അതിന് ഒരു സ്റ്റെപ്പും കൂടി അഡ്വാൻസ്ഡ് ആക്കി R1 കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ON-DX സീരീസ് നേരത്തെ പറഞ്ഞല്ലോ വൈൽഡ് ലൈഫിനും സ്പോർട്സിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ON-DXൻ്റെ ബോഡികൾ എപ്പോഴും വളരെ ബലവത്തായ മാഗ്നീഷ്യ അലോയ് ബോഡി തന്നെയാണെങ്കിലും കുറേ കൂടെ സ്ട്രോങ് ബോഡി ആയിരുന്നു ON-DXൻ്റെ ബോഡി. അതേ ഒരു സ്റ്റൈലിലുള്ള ബോഡി തന്നെയാണ് R3 വന്നേക്കുന്നത്. അപ്പോൾ അതിലും കുറച്ചുകൂടെ കരുത്തിട്ടൊരു ബോഡി തന്നെയാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇത് വെതർ ഷീൽഡായിട്ടുള്ള ബോഡി ആയതുകൊണ്ട് അത്യാവശ്യം വാട്ടർ സ്പ്ലാഷൊക്കെ വന്നാലും ക്യാമറയ്ക്ക് യാതൊരു പ്രശ്നവും വരാത്തൊരു ബോഡിയാണ്
നമ്മൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ എന്തായാലും അടുത്ത മാസം സെപ്റ്റംബറോട് കൂടി 2024 സെപ്റ്റംബറോട് കൂടി അവൈലബിൾ ആവാനാണ് സാധ്യത. അപ്പോൾ ഈ ക്യാമറ കയ്യിൽ കിട്ടിയതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഷൂട്ട് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ടാവും. അതുവരേക്കും ബൈ.